ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ മുൻപ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായി. കഴിഞ്ഞ മാർച്ചിൽ എങ്ങാണ്ട് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിതിൻ്റെ ഷോർട്സുകൾ പല രൂപത്തിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം വീട് പണിയൊക്കെ കഴിഞ്ഞ് വീടിരുന്നിട്ട് 3 മാസം കഴിഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഒരു ഫുൾ വീഡിയോ ഒക്കെ ഇടാമെന്ന്. പക്ഷേ ഫുൾ വീഡിയോ നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോവാണ്. അപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റേജുകളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് ഫസ്റ്റ് നമ്മൾ തറപ്പണി ചെയ്തിട്ട് 2 വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാം പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്തത് ഏകദേശം കഴിഞ്ഞ മാർച്ചിലാണ്. 2024 മാർച്ചിലാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുക എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടി അതിൻ്റെ പണി തുടങ്ങിയത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ നമ്മുടെ കിണറിൻ്റെ പണിയാണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങിയത്. കാരണം നമുക്ക് എല്ലാത്തിനും മെയിനായിട്ട് വേണ്ടത് വെള്ളമാണല്ലോ. നമ്മൾ ഒന്നാമത് മാർച്ചിലാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റും? പരമാവധി ആരെയും ആശ്രയിക്കാത്ത ലെവലിൽ നമ്മുടെ സ്വന്തം കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് പണി നടത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് ആരെയും ആശ്രയിക്കണ്ടല്ലോ, നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുമ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു അനുഗ്രഹം. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ കിണറിൻ്റെ പണിക്കാരെയാണ് കേട്ടോ സമീപിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൾക്കാരെയൊക്കെ സെറ്റാക്കി അവർ നമ്മൾ വിളിച്ച് ഏകദേശം ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഫുൾ സെറ്റപ്പുമായിട്ട് വന്നു. ഫസ്റ്റ് ദിവസം 2 പണിക്കാരും 3 പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ആകെ 2 പേര് മാത്രം നിന്നിട്ടാണ് നമ്മുടെ പണിയൊക്കെ പൂർത്തിയാക്കിയത്. ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആളിനെക്കാട്ടിലും കൂടുതൽ താഴ്ചയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കടുത്ത ചൂടാണ്, വേനലാണ്, അറിയാലോ മാർച്ചിൻ്റെ അവസ്ഥ. പിന്നെ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പണി തുടങ്ങി. നമ്മൾ വിചാരിച്ചത് കുറേ ദിവസങ്ങൾ എടുക്കുമെന്നാണ്. പക്ഷെ നമ്മുടെ പണിക്കാരൻ്റെ എഫിഷ്യൻസി കൊണ്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ എന്തോ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് അവർ പെട്ടെന്ന് തീർത്തു. കാരണം കരാർ കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർക്ക് പെട്ടെന്ന് വർക്ക് തീർത്താലേ ബെനിഫിറ്റ് ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ഓരോരോ പ്രാവശ്യം അല്ലെങ്കിൽ ഓരോ ദിവസവും ഞാൻ അവിടെ എത്തുന്ന സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറുള്ളത്. പക്ഷേ ആ ഓരോ ദിവസവും ഞാൻ എത്തുന്ന സമയം കൊണ്ട് തന്നെ വളരെ നല്ല കാര്യക്ഷമതയുള്ള പണിക്കാരായിരുന്നു. അവരുടെ വർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം കടുത്ത വേനലും ചൂടും എല്ലാം മറികടന്ന് അവരുടെ വർക്ക് അതിഗംഭീരമായിട്ട്, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലായിരുന്നു. നമ്മൾ രണ്ടാമത്തെ 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും തന്നെ ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ആ വെള്ളം മോട്ടർ വെച്ച് അടിച്ച് കളഞ്ഞിട്ടാണ് വീണ്ടും താഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ വീണ്ടും മോട്ടർ അടിച്ച് വെള്ളം കളയേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു താഴ്ച എത്തി. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ റിങ്ങൊക്കെ കൊണ്ടുവന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏത് നിമിഷം റിങ് ഇറക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫസ്റ്റേ കൊണ്ടുവന്ന് വെച്ചത്. അത് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ബാലൻസ് വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ട് കുഴിച്ചെത്തിയപ്പോൾ നമുക്ക് പാറയുടെ അംശം കാണാൻ പറ്റി കേട്ടോ. പാറയുടെ അംശം കണ്ടപ്പോൾ പിന്നെ പണിക്കാർ പറഞ്ഞു നമ്മുടെ അടുത്ത് അങ്ങനെ പാറ നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉറവ കുറയും. അപ്പോൾ നമുക്ക് പാറ പൊട്ടിക്കണം പറഞ്ഞു. അങ്ങനെ നമ്മൾ പാറ പൊട്ടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. പാറ പൊട്ടിക്കൽ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ. അത് നിരപ്പാറ എന്നെന്താണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് പൊട്ടിച്ചാൽ എത്ര നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ഉറവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്നു. അവർ തന്നെ അതിന് പ്രത്യേകിച്ച് പണിക്കാരൊന്നുമില്ല, അവർ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചുറ്റും അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന കോർണറിലുണ്ടായിരുന്ന എല്ലാ പാറകളൊക്കെ പൊട്ടിച്ച് നമുക്ക് നമ്മുടെ കിണറിലേക്ക് സുലഭമായിട്ട് വെള്ളം വരുന്ന ഉറവകളൊക്കെ അവർ തുറന്ന് അങ്ങനെ അതെല്ലാം അവർ സെറ്റാക്കി തന്നു. അതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി അടിയിലേക്ക് താഴ്ത്തി. അതിന് ശേഷമാണ് നമ്മൾ റിങ് ഇറക്കൽ പരിപാടി ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറ്റ വേനൽ മാർച്ച് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഏറ്റവും വേനലിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കിണർ ഒഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കിണർ ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർഷം മുഴുവൻ വെള്ളം കിട്ടുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കിണർ കുഴിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ചിന്താഗതി എന്താ, നമുക്ക് എല്ലാ സമയത്തും ഒരു സമയത്ത് പോലും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വെള്ളം കിട്ടണം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാനും അതേപോലെ തന്നെ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ അവർ തന്നെ കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ പാറയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ വേസ്റ്റൊക്കെ വീണ്ടും ഒരു മുകളിലേക്ക് കയറ്റുകയാണ്. ഒരാൾ തന്നെ നിൽക്കാനുള്ള ഗ്യാപ്പ് ഉള്ളൂ കേട്ടോ. നമ്മുടെ കിണർ വളരെ ചെറിയ കിണറാണ്. നമുക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. എൻ്റെ വീടും പരിസരവും കണ്ടവർക്ക് അറിയാൻ പറ്റും, നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ ചുറ്റും. അപ്പോൾ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കിണറിൻ്റെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയൊരു കിണറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് നിന്ന് പണിയെടുക്കാനേ പറ്റുള്ളൂ. മുകളിൽ ഒരാൾ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനും കോരി ഒഴിക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തിനു പറയുന്നു, നമ്മൾ അവസാനം നമ്മുടെ
റിങ് ഇറക്കൽ പ്രക്രിയയിലേക്ക് കടന്നു. ഞാനൊരു ദിവസം ഇതേപോലെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു റിങ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 4-5ഓളം റിങ് ഇറക്കിയതിന് ശേഷമാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ. അവർ ഓരോ റിങ്ങും വളരെ ശ്രദ്ധയോടെയും എന്താ പറയുക, വളരെ എന്താ പറയുകയെന്ന് എനിക്കും അറിയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഓരോ റിങ് ഇറക്കി വെച്ച് ആ ആൾ മുകളിലേക്ക് കയറി വന്ന് പിന്നെ മുകളിൽ നിൽക്കുന്ന ആളും രണ്ടുപേരും കൂടി അടുത്ത റിങ് കയറൊക്കെ കെട്ടി നല്ല എന്താ പറയുക സേഫായി ഇറക്കി. അതിന് വേണ്ടിയിട്ട് കാല് അവർക്ക് വെച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് ആ കിണറിൻ്റെ ഉള്ളിൽ അങ്ങനെ കുഴികൾ കുഴിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് റിങ്ങിൻ്റെ സൈഡിലൊക്കെ ഓരോ കല്ലുകളൊക്കെ ഈ മറ്റെന്താ പറയുക ജെല്ലി സംഭവങ്ങളൊക്കെ അതിൽ വെച്ച് ഉറവ താഴേക്ക് ഇറങ്ങുന്ന ലെവലിൽ അതിൻ്റെ ഫിനിഷിങ്ങോട് കൂടി നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം അവർ ചെയ്തു തന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുള്ള് റിങ്ങൊക്കെ ഇറക്കി ഏറ്റവും ടോപ്പിലെത്തി അങ്ങനെ നിർത്തി. പിന്നെ നമ്മൾ വീടിരിക്കുന്ന സമയത്ത് വീണ്ടും കിണർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, ഞാനിതിന് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് വളരെ ഒരു 15 ദിവസം, മാക്സിമം ഒരു 15 ദിവസത്തിൻ്റെ അടുത്താണ് നമുക്ക് ഈ കിണർ ഫിനിഷിങ് വർക്ക് ആകാൻ എടുത്തത്. ഇങ്ങനെ ഓരോ റിങ്ങും അവർ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്താ പറയുക നല്ല പ്ലാനിങ്ങോട് കൂടിയായിരുന്നു കേട്ടോ അവരുടെ വർക്ക്. നല്ല ഫിനിഷിങ്ങും ഉണ്ടായിരുന്നു. പോരാത്തതിന് നല്ല ശ്രദ്ധയോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊന്നും അവരോട് അങ്ങോട്ട് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെയും ഞാനാണ് കേട്ടോ ഓരോ സംശയങ്ങൾ ഇങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തിനാ ഇങ്ങനെ കല്ലടിയിൽ വെക്കുന്നത്, എന്തിനാ? പിന്നെ ഇത് ചുറ്റും ജെല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊണ്ടുവരുന്നത് കണ്ടോ, ബക്കറ്റിൽ ജെല്ലി ആക്കിയിട്ട് ചുറ്റും ജെല്ലി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാന്ന് ഞാൻ ചോദിച്ചു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ പണി മുതൽ ഫസ്റ്റ് ടു ലാസ്റ്റ് സ്റ്റേജ് വരെ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് എന്താ പറയുക അതിൻ്റെ ഏറ്റവും നല്ലൊരു പെർഫെക്ഷനോടുകൂടി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോ ഘട്ടത്തിലും അതെങ്ങനെയാണ്, എന്താണ്, എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനും അല്ലെങ്കിൽ അവരൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരാൾ തന്നെയാണ് ഈ ജെല്ലി ഇടുന്നതും മണ്ണ് ഫില്ല് ചെയ്യുന്നതും നമ്മൾ റിങ് ഇറക്കി അതിൻ്റെ എന്താ പറയുക എല്ലാം ഒപ്പം വെച്ച് എല്ലാ കാര്യങ്ങളും കല്ല് വെക്കുന്നതായിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരാൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. മുകളിൽ നിന്ന് ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇയാളാണ്. ഇനി നമ്മുടെ കിണറ്റിൻ്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം പെറുക്കി എല്ലാം ബക്കറ്റിലാക്കി അതൊക്കെ മുകളിലേക്ക് കയറ്റി വിട്ട് നമ്മുടെ വെള്ളം തെളിയാനായിട്ട് അവർ വിട്ടു. കുറേയൊക്കെ കച്ചറയും കുപ്പയൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം ഇറങ്ങിറക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന പൊടി, എന്തെങ്കിലുമൊക്കെ കല്ല് മുട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കൊമ്പോ കോലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ഓരോന്നും പെറുക്കിയെടുത്ത് ബക്കറ്റിൽ നിറച്ച് അങ്ങനെ മുകളിലേക്ക് റിങ് കയറ്റി അങ്ങനെ വന്നു. ലാസ്റ്റ് മുകളിൽ റിങ് ഇറക്കിയ ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് മനസ്സിന് എന്തോ ഒരു സന്തോഷമായിരുന്നു അറിയാം. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കിണർ കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റത്തെ സ്റ്റേജ് വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. പിന്നെ അതിനുശേഷം വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ വീടിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 3-4 ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ കിണർ ക്ലീൻ ചെയ്തത്. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ നല്ല എന്താ പറയുക പായലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നന്നായി തേച്ചൊരതി കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര വൈകിട്ട് എന്താ ഇപ്പം ഇങ്ങനൊരു വീഡിയോ എന്നല്ലേ. എനിക്ക് ഈ വീഡിയോ എപ്പോൾ കണ്ടാലും ഭയങ്കര ത്രില്ലാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓരോ സ്റ്റേജും കടന്നു വന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണെന്ന് എനിക്ക് വളരെ എന്താ പറയുക പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വെള്ളം ബക്കറ്റിൽ കോരി എടുത്തിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? താങ്ക് യു.